Hello everyone, welcome to Gboard SSLC. It's me Nafi. എല്ലാവർക്കും മക്കളെ Gboard 10th ക്ലാസ്സിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ നമ്മൾ ജോഗ്രഫിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്ന മഴക്കാടുകളിൽ നിന്ന് മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് എന്നുള്ള ചാപ്റ്ററിന്റെ സമ്മറി അല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ചാപ്റ്റർ നമ്മളൊന്ന് പഠിച്ചു തീർക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം രണ്ട് കാര്യങ്ങൾ കമന്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് സ്കൂളിൽ ഈ ചാപ്റ്റർ എടുത്തപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഈസി ആയിട്ടാണോ ടഫ് ആയിട്ടാണോ തോന്നിയത്? രണ്ടാമതായിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ ഇപ്പോൾ സോഷ്യൽ സയൻസിൽ എത്ര ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു, ഏത് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ സ്റ്റഡി അപ്ഡേറ്റ്സിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പിന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ട് അത് ജോയിൻ ചെയ്യണം. കാരണം ക്രിസ്മസ് എക്സാമായിട്ട് ബന്ധപ്പെട്ട ഡെയിലി പ്ലാനുകൾ, നോട്ടുകൾ, ക്വസ്റ്റ്യൻ പോളുകൾ, ലൈവ് ലിങ്കുകൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നത് ഏതിലൂടെയാണ്? നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിലൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിന്നെ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക, സെറ്റാക്കുക. ക്രിസ്മസ് എക്സാമിന് മൊത്തം അപ്ഡേറ്റ് നമ്മൾ അതിനകത്ത് തരിക. അപ്പോൾ ശ്രദ്ധിച്ചോ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ രണ്ട് ക്ലൈമറ്റിക് റീജിയൻ അഥവാ രണ്ട് കാലാവസ്ഥാ മേഖലയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒന്ന് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ അഥവാ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയും, രണ്ടാമത്തത് തുന്ദ്ര ക്ലൈമറ്റിക് റീജിയൻ അഥവാ ടൻഡ്ര കാലാവസ്ഥാ മേഖലയും. ഇതിന് രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് എക്സാമിന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ അഥവാ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ പ്രദേശത്തെ കുറിച്ച് പഠിക്കണം അല്ലേ. അത് ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ മുതൽ 10 ഡിഗ്രി നോർത്ത് ആൻഡ് 10 ഡിഗ്രി സൗത്ത് അല്ലേ, 10 ഡിഗ്രി വടക്കോട്ടും 10 ഡിഗ്രി തെക്കോട്ടും ആയിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ് എന്ത്, ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ. 0 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വടക്കോട്ടും 10 ഡിഗ്രി തെക്കോട്ടുമാണ് എന്തുള്ളത്, ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ അഥവാ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. ഇത് ഏതൊക്കെ രാജ്യങ്ങൾ പെടുന്നുണ്ട്? ആമസോൺ ബേസിൻ ഉണ്ട്, വെസ്റ്റ് സെൻട്രൽ ആഫ്രിക്ക അഥവാ പിന്നെ വടക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ അഥവാ തെക്ക് കിഴക്കൻ ഏഷ്യ ഉണ്ട്, അതായത് ഇന്തോനേഷ്യ, DR കോങ്കോ, ബ്രസീൽ, ഈ സ്ഥലങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്ത്, ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ അഥവാ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല. സോ ഇവിടുത്തെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ, അതായത് ക്ലൈമറ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ കാലാവസ്ഥാ സവിശേഷത പഠിച്ചു നിൽക്കാനുള്ളത് എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ ക്ലൈമറ്റിക് ഫീച്ചേഴ്സ് അഥവാ കാലാവസ്ഥാ സവിശേഷത പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ്? അറൌണ്ട് 27 ഡിഗ്രി സെൽഷ്യസ്, 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 175 to 250 സെൻറ്റിമീറ്റർ, 175 മുതൽ 250 സെൻറ്റിമീറ്റർ വരെയാണ് ഇവിടുത്തെ മഴ. ഇവിടെ എന്തില്ല? നോ വിന്റർ സീസൺ, ഇവിടെ എന്തില്ല? ശൈത്യകാലമില്ല. അപ്പോൾ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ അഥവാ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ കാലാവസ്ഥാ സവിശേഷത നിങ്ങൾ പഠിച്ചു വെച്ചിട്ടോ. പിന്നെ ഇവിടെ കാണുന്ന റെയിൻഫോൾ മെയിൻ ആയിട്ട് എന്താണ്? കൺവെക്ഷൻ റെയിൻഫോൾ. നമ്മൾ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൺവെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കൺവെക്ഷൻ റെയിൻഫോൾ അഥവാ സംവഹന മഴ നല്ല രീതിയിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ മൗണ്ടെയിൻസ് ഉള്ള ഇന്തോനേഷ്യയുടെയും ആഫ്രിക്കയുടെയും ഭാഗത്ത് ഓറോഗ്രഫിക് റെയിൻഫോൾ അഥവാ പർവ്വത മഴയും എന്ത് ചെയ്യുന്നുണ്ട്, പെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഇവിടുത്തെ നാച്ചുറൽ വെജിറ്റേഷൻ അഥവാ ഇവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആൻഡ് അബൻഡന്റ് റെയിൻഫോൾ, നല്ല വെയിലും നല്ല ചൂടും അല്ലെങ്കിൽ നല്ല മഴയും ഉള്ളത് കാരണം ഇവിടെ ഉള്ളത് എന്താണ്, ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് അഥവാ ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുക, ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റുക. ഈ ഒരു ഫോറസ്റ്റ് എന്താണ്, ഇയർലി മൊത്തം ഗ്രീനാണ്, വർഷം മുഴുവൻ പച്ച പുതച്ച് കിടക്കുന്നതാണ് എന്ത്, ഈ ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന മരങ്ങൾ ഏതൊക്കെയാ? എബണി, മഹാഗണി, സിങ്കോണ, റോസ്വുഡ്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ ഈ കാടുകൾക്ക് പല ഭാഗത്തും പല പേരാ. അപ്പോൾ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ അഥവാ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ കാടുകളെ ആമസോൺ നദിയുടെ ഭാഗത്ത് വിളിക്കുന്ന പേരെന്താ? സെൽവാസ് നാട്ട. വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സെൽവാസ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനിൽ ആമസോണിന്റെ ഭാഗത്തുള്ള കാടുകളെ വിളിക്കുന്നത്. ആൻഡ് ദീസ് ഫോറസ്റ്റ്, അതായത് ഈ ഒരു ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റിലെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, ലെങ്സ് ഓഫ് ദി വേൾഡ്. അതായത് നമ്മുടെ ലോകത്തിലുള്ള ആകെയുള്ള ഫോറസ്റ്റിന് ഒരു 1/3 ഉള്ളത് എവിടെയാണ്? ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനില്ല. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു? ലെങ്സ് ഓഫ് ദി വേൾഡ് അഥവാ ലോകത്തിന്റെ ശ്വാസകോശം എന്ന് വിളിക്കുന്നു. അതായത് നമ്മുടെ ഭൂമിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഇവർ പുറന്തള്ളുകയും ആവശ്യത്തിലധികം കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് ഇവർ. അത് മാത്രമല്ല ഇവിടെ നമുക്ക് അർബോറിയൽ ആനിമൽസിനെയാണ് എന്ത് ചെയ്യാൻ പറ്റുക, കൂടുതലായിട്ടും കാണാൻ പറ്റുക. പിന്നെ ഇവിടെ ചിമ്പാൻസി, ഒറാങ്ങുട്ടാൻ, ലെമൂർ, ഹിപ്പോപ്പൊട്ടാമസ് പോലെയുള്ള പലതരത്തിലുള്ള ജീവികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ ഇവിടുത്തെ മനുഷ്യന്മാരെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഹ്യൂമൻ ലൈഫ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രൈബൽ ഗ്രൂപ്പ്സ്, വിവിധ തരത്തിലുള്ള
പിന്നെ എന്ത് ഇവിടെ താമസിക്കുന്നുണ്ട്, ഗോത്രവർഗ്ഗക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ആഫ്രിക്കയിലെ പിഗ്മീസും അതേപോലെ തന്നെ ആമസോൺ ബേസിലുള്ള ഇന്ത്യൻ ട്രൈബ്സും മലേഷ്യയിലെ ഒറാങ് അസ്ലീം ഒക്കെ എന്താണ് ഇവിടെ താമസിക്കുന്ന ട്രൈബൽ ഗ്രൂപ്പ്സ് അഥവാ ഗോത്രവർഗ്ഗക്കാരാണ്. വൺ വേർഡ് ചോദിക്കാറുണ്ട്. ആഫ്രിക്കയിലാണ് പിഗ്മീസ്, മലേഷ്യയിൽ ഒറാങ് അസ്ലിയാണ്, ബ്രസീൽ എന്താണ് ഇന്ത്യൻ ട്രൈബ്സ് ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഇവിടെയുള്ള ആളുകൾ ഈ ഒരു ഗോത്രവർഗ്ഗക്കാർ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫിഷിങ് ഹണ്ടിങ് ഒക്കെയാണ്. അതായത് മീൻപിടുത്തം, വേട്ടയാടൽ, അതുപോലെ സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ, അതായത് വെട്ടിച്ചുട്ട് കൃഷി രീതിയിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളാണ് ആര് ഇവർ. എന്നാൽ ഇവിടെ ഒരുപാട് സിറ്റീസ് ഉണ്ട്. ബൊഗോട്ട, ജക്കാർത്ത, കോലാലംപൂർ, സിംഗപ്പൂർ സിറ്റി പോലെയുള്ള, ബെലൂസ് പോലെയുള്ള ഡിഫറെൻറ്റ് സിറ്റീസ് അഥവാ വിവിധ നഗരങ്ങൾ ഇവിടെയുണ്ട്. ആ നഗരങ്ങളിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പിന്നെ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ, തോട്ടവിളകൾ ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ എന്താണ് യെല്ലോ ഫീവർ അടക്കമുള്ള അസുഖങ്ങളും സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന നിദ്രാരോഗം പോലുള്ള അസുഖങ്ങളും അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റിക് ഫീച്ചേഴ്സ്, കാലാവസ്ഥാ സവിശേഷത നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ അവിടെയുള്ള നാച്ചുറൽ വെജിറ്റേഷൻ, നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കണം. അവിടെയുള്ള അതേപോലെ തന്നെ ആനിമൽസ്, മൃഗങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കണം. അവിടുത്തെ ഹ്യൂമൻ ലൈഫ്, അവിടെ ഗോത്രവർഗ്ഗക്കാരുടെ ഈ ഒരു ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ കേട്ടോ, ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ എന്തുണ്ട്, അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെ ജീവിതമുണ്ട്. അതേപോലെ തന്നെ അവിടെയുള്ള സാധാരണക്കാരായുള്ള ജീവിതമുണ്ട്. അവിടുത്തെ കൃഷി രീതി, കാര്യങ്ങൾ, സിറ്റീസിൻ്റെ പേര്, അതുപോലെ അവിടുത്തെ ചാലഞ്ചസ് അഥവാ ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എന്ത് ചെയ്ത് ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തേ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചേക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇനി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്തോ, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തോ. അപ്പോൾ ഇത്തരത്തിലുള്ള നോട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ, SSLCയുടെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം കേട്ടോ. നിങ്ങൾ SSLCയുടെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ സെറ്റാക്കാൻ പറ്റുള്ളൂ. നമുക്ക് പഠിക്കാനുള്ളത് തുന്ദ്ര ക്ലൈമറ്റിക് റീജിയനെ കുറിച്ചിട്ടാണ്. നോർത്ത് ഓഫ് ടൈഗ ക്ലൈമറ്റിക് റീജിയൻ അഥവാ ടൈഗ കാലാവസ്ഥ മേഖലയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് എന്തുള്ളത്, തുന്ദ്ര ക്ലൈമറ്റിക് റീജിയൻ അഥവാ തുന്ദ്ര കാലാവസ്ഥ മേഖല ഉള്ളത്. ഇതിൽ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട്, അതായത് അലാസ്കയുണ്ട്, അതേപോലെ തന്നെ കാനഡ, ഗ്രീൻലാൻഡ്, സൈബീരിയ, റഷ്യയുടെ ഭാഗമായുള്ള സൈബീരിയ, അതേപോലെ തന്നെ ഐസ്ലാൻഡ്, സ്കാൻഡിനേവിയ, അലാസ്ക, ഇങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഇത് തുന്ദ്ര ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -25 to -35 ഡിഗ്രി സെൽഷ്യസ് ആട്ടോ. -25 മുതൽ -35 ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടെ എന്തുണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. ഇവിടെ ഷോർട്ട് സമ്മേഴ്സും ലോങ് വിന്റേഴ്സ്, ചെറിയ വേനൽക്കാലവും വലിയ ശൈത്യകാലവുമാണ് എവിടെയുള്ളത്, തുന്ദ്ര ക്ലൈമറ്റിക് റീജിയനിലുള്ളത്. അത് മാത്രമല്ല ഇവിടെ എന്തായിരിക്കും, പ്രേസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് സ്നോഫോൾ, മഴ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ രൂപത്തിലാണ്, മഞ്ഞിൻ്റെ രൂപത്തിലാണ് ഇവിടെ പെയ്യുക. പിന്നെ ഇവിടെ നല്ല സ്നോ സ്റ്റോംസ് ഉണ്ടാവും, നല്ല എന്തുണ്ടാവും, മഞ്ഞ് കാറ്റുണ്ടാവും. ഇവിടെ വീശുന്ന മഞ്ഞ് കാറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്, ബ്ലിസാർഡ്സ്. അത് മാത്രമല്ല 6 month കണ്ടിന്യൂസ് ഡേ ആൻഡ് 6 month കണ്ടിന്യൂസ് നൈറ്റ്, 6 മാസം തുടർച്ചയായി പകലും 6 മാസം തുടർച്ചയായി രാത്രിയും അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത് തുന്ദ്ര ക്ലൈമറ്റിക് റീജിയൻ. ഇവിടെ എന്താ വലിയ ഇത്രയും ഹാർഷ് ക്ലൈമറ്റിക് കണ്ടീഷൻ ആയതുകൊണ്ട്, ഇത്രയും തണുപ്പുള്ള പ്രദേശമാണ്, മണ്ണൊക്കെ മഞ്ഞിനടിയിൽ മൂടപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് കാണുന്നില്ല, വലിയ മരങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ചെറിയ കുറ്റിച്ചെടികളും പായലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുക. മോസസ്, ലൈക്കൺസ്, സെഡ്ജസ്, ബുഷസ്, ഡോർഫ് വില്ലോസ് അഥവാ കുള്ളൻ വില്ലോസ്, അതേപോലെ തന്നെ ഹാർഡി ഗ്രാസസ് അഥവാ നല്ല കട്ടിയുള്ള കുറ്റിച്ചെടികൾ, ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണുന്ന ചെടികൾ. പിന്നെ ആർട്ടിക് ഫോക്സ്, ആർട്ടിക് വോൾസ്, പോളാർ ബിയേഴ്സ്, മസ്ക് ഓക്സ്, ആർട്ടിക് ഹേസൽ, ആർട്ടിക് മുയൽ, ആർട്ടിക് കുറുക്കൻ, ധ്രുവക്കരടി, കസ്തൂരിമാന്, കസ്തൂരി കാള, ഇങ്ങനെയുള്ള ജീവികളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക, തുന്ദ്ര ക്ലൈമറ്റിക് റീജിയനിൽ കാണാൻ പറ്റുക. പിന്നെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ മനുഷ്യന്മാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മെയിനായിട്ട് എന്താണ്, നൊമാഡിക്സ് ഉണ്ട്, ഗോത്രവർഗ്ഗക്കാർ ഒരുപാട് ആളുകളുണ്ട്. എസ്കിമോസ് ഉണ്ട്, ലാപ്സ് ഉണ്ട്, സമോയിഡ്സ് ഉണ്ട്, യാക്കൂട്സ് ഉണ്ട്, കൊറിയാക്സ് ഉണ്ട്, ചുക്ചി ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രൈബൽ ഗ്രൂപ്പ് എവിടെയുണ്ട്, ഈ ഒരു തുന്ദ്ര ക്ലൈമറ്റ് റീജിയൻ ഉണ്ട്. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, പണ്ട് കാലത്തൊക്കെ ഇവർ എന്തായിരുന്നു, ഇവർ ശൈത്യകാലത്ത് അല്ലെങ്കിൽ വിന്റർ സീസണിൽ എന്ത് ചെയ്യും, ഇഗ്ലൂല് താമസിക്കും. എന്നിട്ട് സമ്മർ സീസണിൽ ഇവരെന്ത് ചെയ്യും, ഏതെങ്കിലും റിവർ സൈഡ്, നദിയുടെ തീരത്തേക്ക് താമസം മാറുകയും അവിടെ ഈ മൃഗങ്ങളുടെ തോല് കൊണ്ടുണ്ടാക്കിയ ടെൻറ്റിൽ താമസിക്കുകയും ചെയ്യും. ഇവർ തിമിംഗലങ്ങളെയും പോളാർ ബിയേഴ്സിനെയും അവർക്ക് അവിടെ കാണുന്ന മൃഗങ്ങളെയൊക്കെ ഇവർ വേട്ടയാടും. അതിൻ്റെ രോമം ഇവർ വസ്ത്രമായിട്ട് ഉപയോഗിക്കുന്നു. അതിൻ്റെ പിന്നെ ഉള്ളിൽ നിന്നുള്ള ആനിമൽ ഫാറ്റ് ഇവർ നെയ്യായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവർ പണ്ട് ജീവിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ യൂറോപ്യൻസ് ധാരാളമായിട്ട് ഇങ്ങോട്ടേക്ക് എന്തിനു വന്നിട്ടുണ്ടായിരുന്നു, മൈനിങ് അഥവാ ഖനനത്തിനായിട്ട് വന്നു. കാരണം ഈ ഒരു ഭാഗത്ത് ഒരുപാട് മിനറൽസ് അഥവാ ധാതുക്കളുണ്ട്. ആ ധാതുക്കൾ എടുക്കാനായിട്ട് ഒരുപാട് യൂറോപ്യൻസ് ഇങ്ങോട്ടേക്ക് വരികയും അതിൻ്റെ ഫലമായിട്ട് ഇവരെന്ത് ചെയ്യാണ്, ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മോഡേൺ ടെക്നോളജീസ് ഇവരുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് അഥവാ പ്രശ്നം എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് ഓഫ് ഐസസ് ആണ്. ഡ്യൂ ടു ഗ്ലോബൽ വാർമിംഗ്,
ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം കാരണം ഇവിടെയുള്ള ഐസൊക്കെ എന്തായി പോകുന്നു, ഉരുകി പോകുന്നു എന്നുള്ളൊരു പ്രശ്നം എവിടെ നേരിടുന്നുണ്ട്? ഈ തുന്ദ്ര ക്ലൈമറ്റിക് റീജിയനിൽ നേരിടുന്നുണ്ട്. അത് കാരണം സീ ലെവൽ റൈസ് ചെയ്തതും അവരുടെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. ചിലപ്പോൾ essay ആയിട്ട് ചോദിച്ചേക്കാം. അതായത് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയും തുന്ദ്ര ക്ലൈമറ്റിക് റീജിയൻ, ഇത് രണ്ടിനെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ ഇത് മെയിൻ ഫീച്ചേഴ്സ് ആണ്. ഇത് ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കിട്ടില്ല. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെങ്കിൽ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ അതിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ ഷോർട്ട് നോട്ട് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് തന്നത്. ഈ ഷോർട്ട് നോട്ട് ഇതേപോലെ എഴുതി നിങ്ങൾക്ക് എന്ത് കിട്ടണമെന്നില്ല, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 1-2 മാർക്കേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 4 മാർക്ക് കിട്ടണമെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 3 മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ പോയിന്റ് ആക്കിയിട്ട് എഴുതണം. അങ്ങനെ ഡീറ്റെയിൽ പോയിന്റ് ആക്കിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്? എഡ്യൂപോഡിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് ഇതിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, പ്രീ ബൂസ്റ്റർ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനൊക്കെ ഇതേപോലെയുള്ള നോട്ടുകളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ എഡ്യൂപോഡിൻ്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. പിന്നെ ഒരു ഹോംവർക്ക് കൂടി തരാം. ഈ ഒരു ഹോംവർക്കിൻ്റെ ആൻസർ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു റിവിഷൻ പോലെ ക്വിക്ക് റിവിഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന നോട്ടുകളാണ്. എക്സാമിന് ഇതേപോലെ പോയിന്റ് ചെയ്ത് വെച്ചാൽ എന്ത് കിട്ടണമെന്നില്ല, മാർക്ക് കിട്ടണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, കുറെ കൂടി സെറ്റപ്പ് ആക്കി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാലേ എക്സാമിന് മാർക്ക് കിട്ടുള്ളൂ. ആ ഡീറ്റെയിൽ ക്ലാസ് നിങ്ങൾക്ക് എവിടെ കിട്ടും? എഡ്യൂപോഡിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ കിട്ടും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരൊക്കെ SSLC പഠിക്കുന്നുണ്ടോ അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.